നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 23 ബുധനാഴ്ചയാണ്. നിഫ്റ്റി തുടർച്ചയായ 6ാമത്തെ ദിവസവും പോസിറ്റീവിലാണ് ഇന്നലെയും ക്ലോസ് ചെയ്യുന്നത്. അതായത് ഈ കഴിഞ്ഞ ഏപ്രിൽ 7-ാം തീയതി നിഫ്റ്റി 21,743 എന്ന ലോ ടച്ച് ചെയ്തിരുന്നു. അവിടെ നിന്നും വലിയൊരു കുതിപ്പ് തന്നെയാണ്, ഏകദേശം 2500 പോയിന്റ്സിന്റെ വലിയൊരു കുതിപ്പാണ് കേവലം ചുരുങ്ങിയ ദിവസം കൊണ്ട് നിഫ്റ്റിയിലുണ്ടായത്. ഇന്നും ഇപ്പോഴത്തെ ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ഒരു നില വെച്ച് നല്ലൊരു ഗ്യാപ്പ് ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. ഇന്ന് പുലർച്ചെ ക്ലോസ് ചെയ്ത US മാർക്കറ്റുകളിലേക്ക് ചൊവ്വാഴ്ച US ഓഹരികൾ ശക്തമായി ഉയർന്നു. Q1 റിസൾട്ട് മെച്ചപ്പെട്ടതും US ചൈന വ്യാപാര സംഘർഷങ്ങൾ ലഘൂകരിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്നതിൻ്റെ സൂചനകൾ പുറത്തു വന്നതുമാണ് ഈ പോസിറ്റിവിറ്റിക്ക് കാരണമായത്. ഇന്നലെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്ത് നിന്നും 1-2 വളരെ പ്രധാനപ്പെട്ട പ്രസ്താവനകൾ പുറത്തു വന്നിരുന്നു. ഫെഡറൽ റിസർവ് ചെയർമാനായ ജെറോം പവലിനെ പുറത്താക്കില്ലെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുകയുണ്ടായി. കൂടാതെ ചൈനയുമായുള്ള ചർച്ചകളിൽ താൻ സൗഹൃദപരമായിരിക്കുമെന്നും ഒരു കരാറുണ്ടായാൽ ചൈനീസ് ഉൽപ്പന്നങ്ങളുമായുള്ള തീരുവ വളരെയധികം കുറയ്ക്കാൻ ട്രംപ് തയ്യാറാണെന്നും പറയുകയുണ്ടായി. ഈ 2 കാരണങ്ങൾ കൊണ്ടും ഇന്നലെ US മാർക്കറ്റുകൾ കുതിച്ചുയരുകയുണ്ടായി. ഡൗ ജോൺസ് 2.6% ഉയർന്നു. S&P 500 2.51%, നാസ്ഡാക്ക് 2.71% നേട്ടവുമാണ് ഉണ്ടാക്കിയത്. ഫ്യൂച്ചേഴ്സും ഇതുപോലെ തന്നെ വളരെ ശക്തിയോടെയാണ് നിൽക്കുന്നത്. ഒരു നെഗറ്റീവായിട്ടുള്ള വാർത്ത കൂടി ഇന്നലെ അവിടെ നിന്ന് പുറത്തു വന്നിരുന്നു. പക്ഷേ ഈ ഒരു പോസിറ്റിവിറ്റിയിൽ ആ ഒരു നെഗറ്റീവ് വാർത്തയ്ക്ക് അത്രത്തോളം പ്രാധാന്യം ഉണ്ടായിരുന്നില്ല. IMF 2025 USന്റെ എക്കണോമിക് ഗ്രോത്ത് 1.8% കുറച്ചു. US താരിഫുകൾ 100 വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന നിലയിലാണ് എന്നത് തന്നെയാണ് ഇപ്പോഴത്തെ ഈ ഒരു വെട്ടിക്കുറയ്ക്കലിന്റെ കാരണമായത്. USൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം നോക്കിയാൽ വിപ്രോ 1.84% ഉയർന്നു. ഇൻഫോസിസ് 1.78% നേട്ടമുണ്ടാക്കി. ICICI ബാങ്ക് 1.64% ഉയർന്നു. HDFC ബാങ്ക് 1.92% ഉയർന്നു. ഡോക്ടർ റെഡ്ഡി 1.54% നേട്ടത്തിലുമാണ് ക്ലോസ് ചെയ്യുന്നത്. യൂറോപ്യൻ വിപണിയിലേക്ക് വന്നാൽ ഇന്നലെ പോസിറ്റിവിറ്റിയിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ബിറ്റ്കോയിനാണ് വലിയ നേട്ടത്തിൽ ഇപ്പോൾ നിൽക്കുന്നത്. 7% ഉയർന്ന് ഇപ്പോൾ $93,000 മുകളിലായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. സ്വർണ്ണവിലയിൽ ഇന്നലെ ചെറിയൊരു ഇടിവ് കണ്ടിരുന്നു. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഫ്യൂച്ചേഴ്സ് 2% മുകളിലുള്ള കനത്ത ഇടിവിലാണ് ട്രേഡ് ചെയ്യുന്നത്. കേരളത്തിലെ ഗോൾഡ് പ്രൈസ് പവന് 74,360 രൂപയാണ്. ഓയിൽ പ്രൈസുകൾ 1% മുകളിൽ നേട്ടത്തിലാണ് ക്ലോസ് ചെയ്തത്. ഇന്നത്തെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കുറച്ച് വാർത്തകളാണ് നമ്മളിവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. ഇനി ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ നമ്മളിവിടെ ഒരു വാട്സപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. ആ നമ്പറിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇന്നത്തെ ഈ വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് 200 ലൈക്കുകൾ തന്നെയാണ്. എല്ലാ സുഹൃത്തുക്കളും ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് ഇന്ത്യയുടെ 2026 സാമ്പത്തിക വർഷത്തേക്കുള്ള GDP പ്രവചനം 6.2% കുറച്ചു. അതായത് 30 ബേസിസ് പോയിന്റുകളാണ് ഇപ്പോൾ കുറച്ചിരിക്കുന്നത്. കൂടാതെ 2027 സാമ്പത്തിക വർഷത്തെ വളർച്ചയും 6.3% കുറഞ്ഞു. IMF 2026 ഇന്ത്യയുടെ GDP പ്രവചനം കുറയ്ക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഉയർന്ന ആഗോള വ്യാപാര സംഘർഷങ്ങളും അനിശ്ചിതത്വം തന്നെയാണ്. പ്രത്യേകിച്ച് യുഎസിന്റെ താരിഫുകൾ തന്നെയാണ് പ്രധാനപ്പെട്ട കാരണമായി വരുന്നത്. IMF പറയുന്നത് യുഎസിന്റെ താരിഫുകൾ 100 വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന നിലയിലാണ്. ഇത് തന്നെയാണ് ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യങ്ങൾക്ക് കാരണമായി വന്നിരിക്കുന്നത്. റേറ്റ് കട്ടിലേക്ക് പോയെങ്കിലും ഇന്ത്യയുടെ പ്രതീക്ഷകൾ താരതമ്യേന സ്ഥിരതയുള്ളതായി തുടരുന്നു. ഗ്രാമീണ ഉപഭോഗം ഇതിന് സഹായകമായി. ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് ഇതിന് സമാനമായ മറ്റൊരു വാർത്ത വന്നത് മൂഡീസ് ഇന്ത്യയുടെ വളർച്ചാ പ്രവചനം കുറച്ചു. US താരിഫ് ഭീഷണികൾ കാരണം മൂഡീസ് ഇന്ത്യയുടെ 2025 GDP വളർച്ചാ പ്രവചനം 6.4% നിന്ന് 6.1% കുറച്ചു. അന്ന് മൂഡീസും 2026 സാമ്പത്തിക വർഷത്തേക്കുള്ള ഇന്ത്യയുടെ വളർച്ചാ പ്രവചനം 6.5% കുറച്ചിരുന്നു. ഇനി RBIയുടെ വളർച്ചാ പ്രവചനവും 6.5% തന്നെയാണ്. ഏതായാലും ഇപ്പോഴത്തെ ഈ ഒരു വെട്ടിക്കുറയ്ക്കലിന്റെ കാരണം ഗ്ലോബൽ അൺസർട്ടൈനിറ്റിയും ട്രേഡ് ടെൻഷനുകളും തന്നെയാണ്. അത് ഇന്ത്യ മാത്രമല്ല, ലോകത്തിലുള്ള മറ്റ് പ്രധാനപ്പെട്ട പല രാജ്യങ്ങളും ഇതിനാൽ ബാധിക്കപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യയിലേക്ക് വന്നാൽ IT, ഓട്ടോ, കെമിക്കൽസ്, ടെക്സ്റ്റൈൽ സെക്ടറുകളാണ് കൂടുതലായിട്ട് എഫക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ളത്. ഈ ഒരു വാർത്തയുടെ ഇമ്പാക്റ്റ് ഇന്ന് മാർക്കറ്റിൽ ഉണ്ടാകുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. പ്രധാനപ്പെട്ട കമ്പനികളുടെ Q4 റിസൾട്ടുകളിലേക്ക്. ആദ്യം HCL ടെക്നോളജീസ്. നെറ്റ് പ്രോഫിറ്റിൽ 6.2% ഇടിവാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 4,307 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 1.2% വർധനവ് രേഖപ്പെടുത്തി. 30,246 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. റവന്യൂവിൽ ഡോളേഴ്സിൽ 1% ഇടിവ് വന്നിരിക്കുന്നു. എബിറ്റയിൽ 6.5% ഇടിവും ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തി. കമ്പനി ഇൻട്രീം ഡിവിഡൻഡായി 18 രൂപയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കമ്പനിയുടെ റവന്യൂയും നെറ്റ് പ്രോഫിറ്റും എസ്റ്റിമേറ്റുകളെ മിസ് ചെയ്യുന്നത് തന്നെയായിരുന്നു. അടുത്തത് M&M ഫിനാൻഷ്യൽ സർവീസസ്.
നെറ്റ് പ്രോഫിറ്റിൽ 9% ഇടിവാണ് ഇപ്പോൾ കമ്പനി രേഖപ്പെടുത്തിയത്. 563.1 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിൽ 9% വർധനവും കമ്പനി രേഖപ്പെടുത്തി. 2156 കോടി രൂപയിലാണ് ഇപ്പോൾ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം ഉള്ളത്. ഡിസ്ബേഴ്സ്മെൻറ്റ് 2% വർധനവ് രേഖപ്പെടുത്തി. ഗ്രോസ് ലോൺ ബുക്കിൽ 17% വർധനവുമാണ് കമ്പനി രേഖപ്പെടുത്തിയത്. അടുത്തത് C&DLM എന്ന കമ്പനിയാണ്. നെറ്റ് പ്രോഫിറ്റിൽ 36.5% വർധനവ് രേഖപ്പെടുത്തി. 31 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 18.3% വർധനവ് രേഖപ്പെടുത്തി. 428 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. അടുത്തത് ടാറ്റ കമ്മ്യൂണിക്കേഷൻസ് ആണ്. നെറ്റ് പ്രോഫിറ്റിൽ 223.6 കോടി രൂപയുടെ വലിയൊരു വർധനവാണ് വന്നിരിക്കുന്നത്. 1040.5 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 6.1% വർധനവ് രേഖപ്പെടുത്തി. 5990.4 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. ബോർഡ് ഇന്ററിം ഡിവിഡൻഡായി 25 രൂപയാണ് പ്രഖ്യാപിച്ചത്. മറ്റൊരു നല്ല റിസൾട്ടുമായി വന്ന കമ്പനി വാരി എനർജീസ് ആണ്. നെറ്റ് പ്രോഫിറ്റിൽ 34.1% വർധനവ് രേഖപ്പെടുത്തി. 618.9 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 36.4% വർധനവ് രേഖപ്പെടുത്തി. 4003.9 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. അടുത്തത് ഡെൽറ്റ കോർപ്പാണ്. നെറ്റ് പ്രോഫിറ്റിൽ 127.3% നല്ലൊരു വർധനമാണ് വന്നിരിക്കുന്നത്. 164.6 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ പക്ഷേ 1.2% ഇടിവ് രേഖപ്പെടുത്തി. 182.7 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. മറ്റൊരു കാര്യമുള്ളത്, സ്റ്റഡി നിഫ്റ്റി മലയാളത്തിൻ്റെ ഓഫ്ലൈൻ ബാച്ച് നാളെ വ്യാഴാഴ്ച മുതലാണ് ആരംഭിക്കാൻ പോകുന്നത്. സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ബേസിക് ആയ ധാരാളം കാര്യങ്ങൾ കവർ ചെയ്യുന്ന ക്ലാസ്സുകളാണ് ഇതിലുണ്ടായിരിക്കുക. ഫണ്ടമെൻ്റൽ അനാലിസിസ്, ടെക്നിക്കൽ അനാലിസിസ്, ട്രേഡിംഗ് വ്യൂ നമ്മൾ എങ്ങനെ ഉപയോഗിക്കണം, പ്രൈസ് ആക്ഷൻ, ഓപ്ഷൻസിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്, ഇങ്ങനെ ഒത്തിരിയേറെ മേഖലകൾ കവർ ചെയ്തിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും ഉണ്ടായിരിക്കുക. ഒരു മാസത്തേക്കായിരിക്കും കോഴ്സിൻ്റെ വാലിഡിറ്റി ഉണ്ടായിരിക്കുക. 3000 രൂപയാണ് ഫീസായിട്ട് വരുന്നത്. അടുത്തതായി ഭാരതി എയർടെല്ലാണ്. ഗുജറാത്ത്, മുംബൈ, ആന്ധ്രാപ്രദേശ്, രാജസ്ഥാൻ, കർണാടക, തമിഴ്നാട് എന്നീ 6 സംസ്ഥാനങ്ങളുമായി സ്പെക്ട്രം ഉപയോഗിക്കുന്നതിന് ഭാരതി എയർടെൽ അതിൻ്റെ യൂണിറ്റായ ഭാരതി ഹെക്സാകോമും അദാനി ഡാറ്റാ സെൻറ്ററുകളുമായി ഒരു കരാറിൽ ഒപ്പുവെച്ച് കഴിഞ്ഞു. അടുത്തത് 360 വാം എന്ന കമ്പനി. ഭാരതി ആക്സ ലൈഫ് ഇൻഷുറൻസ് കമ്പനിയുടെ ചില ഇക്വിറ്റി ഓഹരികൾ 360 പ്രൈവറ്റ് ഇക്വിറ്റി ഫണ്ട് ഏറ്റെടുക്കുന്നതിന് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അംഗീകാരം നൽകി. ഇന്ന് റിസൾട്ട് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കമ്പനികളുടെ പേര് മാത്രമെന്ന് പറയാം. ടാറ്റ കൺസ്യൂമർ പ്രൊഡക്ട്സ്, LTI മൈൻട്രി, ആസ്റ്റെക് ലൈഫ് സയൻസസ്, ബജാജ് ഹൗസിംഗ് ഫിനാൻസ്, 360 വാം, കാൻഫിൻ ഹോംസ്, ഡാൽമിയ സിമൻറ്റ്, ഡെൻ നെറ്റ്വർക്ക്, ഗ്രാവിറ്റി ഇന്ത്യ, മഹാരാഷ്ട്ര സ്കൂട്ടേഴ്സ്, റാലീസ് ഇന്ത്യ, സുപ്രീം പെട്രോ കെമിക്കൽസ്, സിൻജെയിൻ ഇൻ്റർനാഷണൽ, തൈറോ കെയർ ടെക്നോളജീസ്, തമിഴ്നാട് മെർക്കൻറ്റൈൽ ബാങ്ക്, ടാറ്റ ടെലികമ്മ്യൂണിക്കേഷൻസ് തുടങ്ങിയവയുടെ റിസൾട്ടുകളാണ് ഇന്ന് പുറത്തു വരുന്നത്. ഇന്ന് F&O സെഗ്മെൻറ്റിൽ ബാനായ സ്റ്റോക്കുകൾ RBL ബാങ്ക്, മണപ്പുറം ഫിനാൻസ് തുടങ്ങിയവയാണ്. ഇന്നലത്തെ FIDA ആക്ടിവിറ്റിയിലേക്കാണ്. 1290 കോടി രൂപയ്ക്കാണ് FIS ബൈ ചെയ്തത്. DIS ആവട്ടെ 886 കോടി രൂപയ്ക്ക് സെല്ല് ചെയ്തു. FIS ഇത് തുടർച്ചയായ 5ാമത്തെ ദിവസമാണ് ക്യാഷ് മാർക്കറ്റിൽ ബൈ ചെയ്യുന്നത് ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക്. ഇന്നലെ US മാർക്കറ്റുകൾ വളരെ ശക്തമായി ഉയർന്നതോടെ ഇന്നിപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം തന്നെ നേട്ടത്തിലാണ്. ജപ്പാൻ മാർക്കറ്റ് നിക്കി 1.86% നേട്ടത്തിൽ. കൂടുതൽ നേട്ടമുണ്ടാക്കി ഇപ്പോൾ നിൽക്കുന്നത് തായ്വാൻ മാർക്കറ്റാണ്. 3.06% നേട്ടത്തിൽ ട്രേഡ് ചെയ്യുന്നു. സിംഗപ്പൂർ മാർക്കറ്റ് 0.83% നേട്ടത്തിൽ. കോസ്പി മാർക്കറ്റ് 1.19% നേട്ടത്തിൽ. ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നാൽ ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഉള്ളത് 24,388 എന്ന നിലയിലാണ്. 211 പോയിൻറ്റ്സ് അപ്സൈഡിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോൾ സമയം 7 മണിയാണ്. ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ ഏകദേശം 210 മുതൽ 220 പോയിൻറ്റ്സിൻ്റെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. ഓയിൽ പ്രൈസുകളിലേക്ക്. ചൊവ്വാഴ്ച എണ്ണവില ബാരലിന് $1 വർദ്ധിച്ചു. US ഇറാനെതിരെ പുതിയ ഉപരോധങ്ങൾ പ്രഖ്യാപിച്ചതും ഇന്നലെ US മാർക്കറ്റ് നേട്ടത്തിൽ ക്ലോസ് ചെയ്തതുമാണ് ഓയിൽ പ്രൈസുകൾ നേട്ടമുണ്ടാക്കാൻ കാരണമായത്. ബ്രന്റ് ഫ്യൂച്ചേഴ്സ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് $67.99 പെർ ബാരൽ എന്ന നിലയിൽ 0.97% നേട്ടത്തിലാണ്. WTI ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് $64.19 പെർ ബാരൽ എന്ന നിലയിൽ 0.82% നേട്ടത്തിൽ ട്രേഡ് ചെയ്യുന്നു. ഇന്ന് നമ്മൾ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്കാണ്. നിഫ്റ്റി 16167 41 പോയിന്റ്സ് ഉയർന്നാണ് ക്ലോസ് ചെയ്യുന്നത്. ഇനി നിഫ്റ്റിയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നിഫ്റ്റി ഫെബ്രുവരി മാസത്തെ സ്വിംഗ് ഹൈ ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ഏരിയയിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോൾ ആ ഒരു സോണിൽ റെഡ് ഡോജി അല്ലെങ്കിൽ ഒരു സ്പിന്നിങ് ടോപ്പിന് സമാനമായ ക്യാൻഡിലാണ് ഇപ്പോൾ ഫോം ആയിരിക്കുന്നത്. നാളത്തെ ക്യാൻഡിൽ കൂടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു ലോങ് റെഡ് ക്യാൻഡിൽ ആണെങ്കിൽ അതൊരു സെല്ലിംഗ് പ്രഷർ കാണിക്കുന്ന ഒരു ക്യാൻഡിൽ തന്നെയായിരിക്കും.
അങ്ങനെയാണെങ്കിൽ ഡൗൺ സൈഡിൽ നമ്മൾ പറഞ്ഞ പ്രധാനപ്പെട്ട ആ ഒരു സോൺ 23,720 മുതൽ 23,880 വരെയുള്ള ആ ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള സോൺ ഒരു പ്രധാനപ്പെട്ട സപ്പോർട്ട് ആവാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ചാർട്ടിൽ കാണുന്നത് പോലെ ഒരു പക്ഷേ ആ ഒരു സപ്പോർട്ട് സോണിൽ ടച്ച് ചെയ്തതിന് ശേഷം നിഫ്റ്റി വീണ്ടും ഉയരങ്ങളിലേക്ക് കുതിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്സൈഡിൽ പിന്നീട് മറ്റൊരു റെസിസ്റ്റൻസ് ഏരിയ ആവാൻ സാധ്യതയുള്ളത് 24,500 മുതൽ 24,600 വരെയുള്ള സോണാണ്. ഫിബ് റേറ്റ്രേസ്മെൻറ്റിൻ്റെ 61.8% ഉള്ളത് ഈ ഒരു സോണിൽ തന്നെയാണ്. അടുത്തതായി ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങളാണ്. 24,100 സ്ട്രൈക്കിൽ 42% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ്, കോൾ സൈഡിൽ 3% വർധനവ് ഒരു ഷോർട്ട് ബിൽഡപ്പ് കാണാം. 24,050 സ്ട്രൈക്കിൽ 55% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ്, കോൾ സൈഡിൽ 26% ഇടിവ് ഒരു ഷോർട്ട് കവറിംഗ് ആണ് കാണുന്നത്. 24,150 സ്ട്രൈക്കിൽ 73% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ് തന്നെ, കോൾ സൈഡിൽ 1% വർധനവ് ഒരു ചെറിയ ഒരു ഷോർട്ട് ബിൽഡപ്പാണ് കാണുന്നത്. ഈ 3 സ്ട്രൈക്കും കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റിനെ മുകളിലേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള പുട്ട് സെല്ലേഴ്സ് വളരെ ശക്തിയോടെയാണ് നിൽക്കുന്നത്. അടുത്തതായി മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്ന കോൾ സൈഡിലും പുട്ട് സൈഡിലും സ്ട്രൈക്കുകളിലേക്കാണ്. 25,500 സ്ട്രൈക്കിലാണ് കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് ഉള്ളത്. അതിനുശേഷം 25,000 സ്ട്രൈക്കിലും അതിനുശേഷം 24,500 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 24,000, അതിനുശേഷം 23,000 സ്ട്രൈക്ക്, അതിനുശേഷം 23,500 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 24,500, സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 24,000മാണ്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് 343 പോയിന്റ്സ് ഉയർന്നാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റിയിൽ വീണ്ടും ശക്തമായിട്ടുള്ള ഒരു മുന്നേറ്റം കണ്ടു. പക്ഷേ അപ്സൈഡിൽ 56,000 എന്ന ലെവൽ ടച്ച് ചെയ്യാൻ ബാങ്ക് നിഫ്റ്റിക്ക് സാധിച്ചില്ല. പുതിയ റെക്കോർഡ് ഹൈ ടച്ച് ചെയ്തെങ്കിലും ഇന്നലത്തെ റെക്കോർഡ് ഹൈ 55,961 ഈ ഒരു ക്യാൻഡിൽ സൂചിപ്പിക്കുന്നത് ഹയർ ലെവലിൽ ഒരു സെല്ലിംഗ് പ്രഷർ ഉണ്ട് എന്ന് തന്നെയാണ്. ഒരു ഷൂട്ടിംഗ് സ്റ്റാർ ക്യാൻഡലിന് സമാനമായ ക്യാൻഡിലാണ് ഇപ്പോൾ ഫോം ആയിരിക്കുന്നത്. ഇനി നമ്മൾ ഡൗൺ സൈഡിൽ ശ്രദ്ധിക്കേണ്ട ഒരു ലെവൽ 55,300 പ്രധാനപ്പെട്ട ഒരു ലെവലാവാൻ സാധ്യതയുണ്ട്. കൂടാതെ 54,400 നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസും ആവാൻ സാധ്യതയുള്ളത് 56,000, സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 55,000മാണ്. ഇന്ത്യ വിക്സിലേക്ക് തിങ്കളാഴ്ച ഇന്ത്യ വിക്സ് ഉയർന്നെങ്കിലും ഇന്നലെ വീണ്ടും ഇടിയുകയുണ്ടായി. 15.23 എന്ന നിലയിൽ 1.84% ഇടിഞ്ഞാണ് ഇന്നലെ ഇന്ത്യ വിക്സ് ക്ലോസ് ചെയ്യുന്നത്. ഇനി രാവിലെ 9 മണി മുതൽ 3:30 വരെ നമ്മുടെ എല്ലാ എഡ്യൂക്കേഷൻ വ്യൂസും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിലാണ് നൽകാറുള്ളത്. ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ നമ്മളിവിടെ ഒരു വാട്സപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. ആ നമ്പറിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. കൂടാതെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇവിടെ പിൻ ചെയ്തിട്ടുണ്ട്, കമൻറ്റ് ബോക്സിലുണ്ട്. അതുവഴി നിങ്ങൾക്ക് ഞങ്ങളുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ടെലഗ്രാമിൽ നമ്മൾ കൊടുക്കുന്ന എല്ലാ എഡ്യൂക്കേഷൻ വ്യൂസിൻ്റെയും അപ്ഡേറ്റുകൾ നമ്മളവിടെ നൽകാറുണ്ട്. ഏതൊക്കെ സ്റ്റോക്കുകളാണ് നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുന്നത്, ഏതൊക്കെയാണ് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുന്നത്, അങ്ങനെ എല്ലാ കാര്യങ്ങളും അവിടെ പറയാറുണ്ട്. അപ്പോൾ എല്ലാവർക്കും ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഇന്ന് ഇവിടെ നമ്മൾ പറഞ്ഞ എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്. ഒരിക്കലും അത് റെക്കമെൻഡേഷൻ അല്ല. നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയാണ് ഷെയർ ചെയ്യുന്നതും. നന്ദി.